ॐ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्ति। സൈറാം. ശ്രീവിദ്യ മാത്രമേ വീഡിയോ ഓൺ ചെയ്യാവൂ, ഓഡിയോ ഓൺ ചെയ്യാവൂ. ബാക്കി എല്ലാവരും വീഡിയോസും ഓഡിയോസും ഓഫ് ചെയ്ത് വെക്കണം പ്രോഗ്രാം തരുന്നവര്. സൈറാം. പ്രോഗ്രാം കഴിഞ്ഞ ശേഷം അഥവാ 5-10 മിനിറ്റ് ബാക്കിയുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അവര് തന്നെ സ്വയമേവ വന്ന് നമ്മളോട് ഭഗവാന്റെ മഹിമ പങ്കുവയ്ക്കാവുന്നതാണ്. അങ്ങനെ പറയുന്നവർ അവരുടെ വീഡിയോ ഇതുപോലെ ഭംഗിയായിട്ട് സെൻട്രലൈസ് ചെയ്തിരുന്നുകൊണ്ട് ഓൺ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. സൈറാം. സൈറാം, കേൾക്കാമല്ലോ അല്ലേ? ഓഡിബിൾ ആണല്ലോ? കേൾക്കാം. ഓക്കെ. സൈറാം. എൻ്റെ എല്ലാമായ സായിമാതാവിൻ്റെ തൃപ്പാദങ്ങളിൽ ശതകോടി പ്രണാമം. ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്ന എല്ലാ സായി കുടുംബാംഗങ്ങൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സൈറാം. സ്വാമിയുടെ വാണികൾ പറയുന്നത് 1982 ജനുവരി 26-ാം തീയതി ബോംബെ ധർമ്മക്ഷേത്രത്തിൽ വെച്ച് സ്വാമി നാമജപത്തിനെ കുറിച്ച് പറഞ്ഞ വാണിയിൽ നിന്നുള്ള ഏതാനും പ്രസക്തമായ ഭാഗങ്ങളാണ്. ഈ യുഗം കലിയുഗമാണ്. കലിയുഗത്തെ ആളുകൾ വെറുപ്പോടെയാണ് വീക്ഷിക്കുന്നത്. എന്നാൽ മനുഷ്യർക്ക് വളരെ വേഗം മോക്ഷം ലഭിക്കാനുള്ള മാർഗം ഈ യുഗത്തിലാണുള്ളത്. നമ്മുടെ എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. നാമസങ്കീർത്തനം കൊണ്ടും അത് കേൾക്കുന്നത് കൊണ്ടും മോക്ഷം ലഭിക്കുമെന്നാണ് ഈ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഭക്തിയുടെ 9 പടികളിൽ ശ്രവണവും കീർത്തനവുമാണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈശ്വരന്റെ മഹാത്മ്യത്തെ വർണ്ണിക്കുന്ന ഗാനങ്ങളാണ് കീർത്തനങ്ങൾ. എന്നാൽ സങ്കീർത്തനം എന്ന വാക്കിന്റെ അർത്ഥം സംശയമോ തടസ്സമോ ഇല്ലാതെ ഈശ്വരന്റെ നാമാവലികൾ ഉറക്കെ പാടുക എന്നതാണ്. കീർത്തനം എന്നുള്ളത് ഒരാൾ സ്വന്തം ആത്മീയ പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. സങ്കീർത്തനം ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് ചെയ്യുന്ന ഈശ്വരസ്തുതിയാണ്. അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, ചുറ്റുപാടുമുള്ളവർക്കും ലോകത്തിനു തന്നെയും ഈ ആരാധന പ്രയോജനം ചെയ്യുന്നതാണ്. സങ്കീർത്തനം സാധാരണയായി 4 വിഭാഗങ്ങളിലായി തിരിക്കപ്പെട്ടിരിക്കുന്നു. അവ ഗുണസങ്കീർത്തനം, ലീലാസങ്കീർത്തനം, ഭാവസങ്കീർത്തനം, നാമസങ്കീർത്തനം എന്നിവയാണ്. ഇവയെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ, ഗുണസങ്കീർത്തനം ഈശ്വരന്റെ ഗുണങ്ങളെ വർണ്ണിച്ച് ആരാധിക്കുന്ന രീതിയാണ്. അപ്പോൾ അവിടുത്തെ അനുഗ്രഹം ലഭിക്കുന്നു. പക്ഷേ ഈശ്വരൻ ഗുണാതീതനാണ്. സത്വ, രജോ, തമോ ഗുണങ്ങൾ അവിടത്തെ ബാധിക്കുന്നില്ല. വാസ്തവത്തിൽ ഭഗവാൻ നിർഗുണനാണ്. ഭക്തന്റെ മനസ്സിൽ വർണ്ണിക്കപ്പെട്ട ഗുണങ്ങൾ മാത്രം അവശേഷിക്കുകയും ആ ഗുണങ്ങൾ മാത്രമുള്ള ഈശ്വരനെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ഭക്തന് നൈമിഷികമായ സംതൃപ്തി മാത്രമേ ലഭിക്കുന്നുള്ളൂ. രണ്ടാമത്തേത് ലീലാസങ്കീർത്തനം. ഈ പ്രപഞ്ചവും അതിലെ സൃഷ്ടിജാലങ്ങളും സ്ഥിതിലയങ്ങളും ഒക്കെ ഈശ്വരന്റെ ലീലയാണ്. ഈശ്വരന്റെ ബഹുമുഖമായ ലീലകളെ എങ്ങനെയാണ് വർണ്ണിക്കാൻ സാധിക്കുക? സൃഷ്ടി മുഴുവൻ ഈശ്വരന്റെ ദിവ്യലീലയാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ അതിൽ ചിലത് നല്ലതും ചിലത് ചീത്തയുമാണെന്ന് വേർതിരിച്ചു നിർത്താനും നന്മയെപ്പറ്റി മാത്രം പുകഴ്ത്തിപ്പാടാനും ശ്രമിക്കുന്നത് നമ്മുടെ ദർശനത്തിന്റെ ബലഹീനതയാണ്. മൂന്നാമത്തേത് ഭാവസങ്കീർത്തനമാണ്. ഈ മാർഗം സ്വീകരിക്കുന്നവർ ഈശ്വരനെ 6 പ്രത്യേക ഭാവങ്ങളിൽ അല്ലെങ്കിൽ സമീപനത്തോടുകൂടി ഈശ്വരനെ ആരാധിക്കുന്നു. അതിൽ നിന്ന് ഭക്തിയുടെ ഉത്തുംഗ ശൃംഖത്തിൽ എത്തുകയും ചെയ്യുന്നു. പക്ഷേ ഈ 6 ഭാവങ്ങളും ഈശ്വരനെ പറ്റിയുള്ള വളരെ പരിമിതമായ ജ്ഞാനത്തിലാണ് അടിയുറച്ചിട്ടുള്ളത്. ഈ ഭാവങ്ങൾ ശാന്തഭാവം, സഖ്യഭാവം, ദാസ്യഭാവം, വാത്സല്യഭാവം, അനുരാഗഭാവം, മധുരഭാവം എന്നുള്ളവയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ഭാവസങ്കീർത്തനം അതിന്റെ എല്ലാ രൂപത്തിലും നോക്കിയായാലും ഈശ്വരനെ പറ്റി പൂർണ്ണമായ ബോധം വരുത്തുന്നില്ല. ഇനി 4ാമത്തെ വിഭാഗമായ നാമസങ്കീർത്തനത്തെ പറ്റി നോക്കാം. ഇത് എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും എല്ലാവർക്കും പൂർണ്ണമായ ആനന്ദം തരുന്നു. ഇതിലും ശ്രേഷ്ഠമായ മറ്റൊന്നില്ല. ഹരി, ഹരൻ, സായി, ബാബ, കൃഷ്ണൻ ഇങ്ങനെയുള്ള എല്ലാ നാമങ്ങളും പ്രേമത്തിൽ നിന്നും ഉദിച്ചതാണ്. ഇത് ആത്മാവിന്റെ രസവും സത്യവുമാണ്. പ്രേമം നമ്മുടെ ചിന്തകളെ പ്രചോദിപ്പിക്കുകയും വാക്കുകളുടെ ഉള്ളിലേക്ക് തുളച്ചു കയറുകയും പ്രവൃത്തികളെ നന്മ നിറഞ്ഞതാക്കുകയും ചെയ്യണം.
രാഗം, സ്വരം, താളം, ഭാവം, ഈശ്വര സാക്ഷാത്കാരം ഇവയിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് വേണം നാം നാമസങ്കീർത്തനം ചെയ്യേണ്ടത്. പാട്ടുപാടാൻ വേണ്ടി മാത്രമായിട്ട് ഇത് ചെയ്യരുത്. രാഗം ഉത്ഭവിക്കുന്നത് ഹൃദയത്തിൽ നിന്നും യഥാർത്ഥമായ പ്രേമത്തിൽ നിന്നും ആയിരിക്കണം. ഇത് ഒരു തപസ് തന്നെയായിട്ട് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള സാധകന്മാരിൽ നിന്നും ഉയരുന്ന സങ്കീർത്തനം വ്യക്തികളെയും സമൂഹത്തിനെയും മാത്രമല്ല ലോകത്തെ തന്നെയും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കും. പ്രേമസ്വരൂപരെ, നിങ്ങൾ ധ്യാനവും ജപവും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും സാരമാക്കേണ്ടതില്ല. നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഭയമില്ലാതെ നിങ്ങൾ ഈശ്വരനാമങ്ങൾ ജപിക്കുക. എൻ്റെ എല്ലാ വാക്കുകളും സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സായിറാം. സായി. ഇനി ഭഗവാന്റെ അനുഭവം പറയും. സായിറാം. സായിറാം. എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രധാനവും അപ്രധാനവുമായിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളിലും സ്വാമിയുടെ അദൃശ്യമായ കരങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സ്വാമിയായിട്ടുള്ള ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉള്ള അനുഭവങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വാമിയുടെ ദർശന സൗഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ സ്പർശനമോ സംഭാഷണമോ ഇന്റർവ്യൂ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ലൈഫിലെ എല്ലാ ഘട്ടങ്ങളിലും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ സമയം ഒരുപാട് എടുക്കും. അതുകൊണ്ട് എൻ്റെ കുട്ടിക്കാലത്തുണ്ടായ 1-2 അനുഭവങ്ങളും മാത്രം ഞാനിവിടെ പറയാം. പൂർവ്വജന്മ സുഹൃതം കൊണ്ടോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടോ വളരെയധികം സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു കുടുംബത്തിലായിരുന്നു എൻ്റെ ജനനം. തിരുവനന്തപുരത്ത് കുറവൻകോണം എന്ന സ്ഥലത്ത് അമ്മയുടെ തറവാട്ട് വീട്ടിൽ കൂട്ടുകുടുംബമായിട്ടായിരുന്നു ഞങ്ങൾ ഒക്കെ താമസിച്ചിരുന്നത്. അപ്പൊ അമ്മയും അമ്മൂമ്മയൊക്കെ ആയിരുന്നു ആ സമയത്ത് സായി ഡിവോട്ടീസ് ആയിരുന്നത്. ആ സമയത്ത് തന്നെ അച്ഛൻ അന്ന് ഡിവോട്ടി ആയിട്ടില്ല. അപ്പം ആ വീട്ടിലെ പൂജാമുറിയില് അച്ഛനും അമ്മയും അമ്മൂമ്മയും എങ്ങനെ സ്വാമിയിലോട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മയും അമ്മയുടെ അനിയത്തിയും ഇതിനു മുമ്പ് പഠന സംബന്ധവും ജോലി സംബന്ധവും ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന സമയത്ത് അവിടെ കൂടെ ഉണ്ടായിരുന്ന 1-2 പേര് സായി ഡിവോട്ടീസ് ആയിരുന്നു. അപ്പൊ അവരിൽ നിന്നാണ് അമ്മയും കുഞ്ഞമ്മയും ഒക്കെ ഈ സ്വാമിയെ പറ്റി മനസ്സിലാക്കിയത്. പിന്നെ മാത്രമല്ല, അന്ന് ആ സമയത്ത് തിരുവനന്തപുരത്ത് ചെന്തിട്ട എന്ന സ്ഥലത്ത് രാമലിംഗം പിള്ള അദ്ദേഹത്തിന്റെ ഒരു ഭജൻ സെന്റർ ഉണ്ടായിരുന്നു. രാമലിംഗം പിള്ള അദ്ദേഹത്തിനെ പറ്റി തിരുവനന്തപുരത്തുള്ള മിക്കവർക്കും അറിയാമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ സായി സെന്ററിൽ എല്ലാ വ്യാഴാഴ്ചയും ഭജനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെയാണ് ഇവർ സ്വാമിയെ പറ്റി അറിയുന്നത്. മാത്രമല്ല, 1966-67 സമയത്ത് സ്വാമി കേരളം സന്ദർശിച്ചപ്പം എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ വെച്ചിട്ട് സ്വാമിയുടെ ദർശനം ലഭിക്കാനുള്ള ഭാഗ്യവും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് അമ്മയുടെ കല്യാണം നടക്കുന്നതും തിരുവനന്തപുരത്ത് സെറ്റിൽ ചെയ്യുന്നതും എൻ്റെ ജനനവും ഒക്കെ. അപ്പം എനിക്ക് ഓർമ്മയായ സമയം തൊട്ട് ഞങ്ങളുടെ ആ വീട്ടില്, അമ്മയുടെ കുടുംബ വീട്ടില് പൂജാമുറിയില് സ്വാമിയുടെ പടം ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ഈശ്വരന്മാരുടെയും പടങ്ങളുടെ കൂട്ടത്തില് രാമന്റെയും മഹാലക്ഷ്മിയുടെയും ശിവന്റെ ഒക്കെ പടങ്ങളോടൊപ്പം സ്വാമിയുടെ പടവും ഉണ്ടായിരുന്നു. മാത്രമല്ല, അവിടെ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുക, സന്ധ്യാനാമം ജപിക്കുക, അതുപോലെ വൈകിട്ട് അത് കഴിഞ്ഞ് കർപ്പൂരം കത്തിക്കുക. അന്നത്തെ ആരതി ഗാനം എന്ന് പറയുന്നത് പാവന പുരുഷ സായിഷ എന്നുള്ള ആ ഗാനമായിരുന്നു. അത് പാടി കത്തിക്കുക. അത് കഴിഞ്ഞിട്ട് രാത്രിത്തെ ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പോഴും ഞങ്ങൾ ആ ശീലം തുടരുന്നുണ്ട്. പിന്നെ മാത്രമല്ല, വ്യാഴാഴ്ച ചെന്തിട്ട ഭജനയ്ക്ക് പോകുന്നതും അത് തുടർന്നിരുന്നു, റെഗുലറായിട്ട് പോകുമായിരുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ എനിക്ക് അന്ന് സ്വാമിയെ പറ്റി കൂടുതലൊന്നും എന്നോട് ആരും പറഞ്ഞു തന്നിരുന്നില്ല. രാമായണവും മഹാഭാരതവും ബാക്കി ദൈവങ്ങളുടെയൊക്കെ കഥകൾ പറഞ്ഞു തരുമായിരുന്നെങ്കിലും സ്വാമിയെ പറ്റി ആരും ഒന്നും പറഞ്ഞു തന്നിരുന്നില്ല. അപ്പൊ എനിക്ക് സ്വാമിയോട് പ്രത്യേകിച്ചൊരു ഫീലിംഗും തോന്നിയിരുന്നില്ല. സത്യസായി ബാബ ഒരു ദൈവം, പൂജാമുറിയിലെ ഒരു പടം, അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം സ്വാമിയുടെ ഫോൾഡിലോട്ട് വരാനുള്ളവരെ സ്വാമി തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവരുമെന്ന് പറയുന്നത് പോലെ സ്വാമിയെ പറ്റി കൂടുതൽ അറിയാനുള്ള വഴിയും സ്വാമി തന്നെ തുറന്നു തന്നു എന്ന് പറയാം. ഒരിക്കല് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്, അന്ന് ഞങ്ങൾ പുറത്തുപോയി തിരിച്ചു വരുമ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്നും കുറച്ച് മാറി ഒരു വീട്ടിൽ നിന്നും ആരോ സായി ഭജന പാടുന്നത് കേൾക്കാനിടയായി. അപ്പൊ ഞാനും അമ്മയൊക്കെ കൂടെ അവിടെ ചെന്നപ്പോൾ അവിടെ ഭജന നടക്കുമായിരുന്നു. ആരുടെ വീടാണെന്നോ ഏതാണെന്നോ ഒന്നും അറിയില്ല. അപ്പൊ ഭജന സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് സ്വാമിയുടെ വേറൊരു വലിയ ഡിവോട്ടി സിദ്ധാർത്ഥൻ നായർ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ്, ആ അങ്കിളിന്റെ വീടായിരുന്നു അത്. അപ്പം അവിടെ എല്ലാ ശനിയാഴ്ചയും ഭജന ഉണ്ടായിരുന്നു. ഞങ്ങൾ മിക്കവാറും ആ ഭജന അറ്റൻഡ് ചെയ്യും. എല്ലാ ശനിയാഴ്ചയും പോയി തുടങ്ങി അവിടെ ഭജനയ്ക്ക്. അപ്പൊ ഭജനയ്ക്ക് ശേഷം സിദ്ധാർത്ഥൻ അങ്കിള് സ്വാമിയെ പറ്റി സത്സംഗം പറയുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്വാമിയെ പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നതെന്ന്
പറയാം കൂടുതൽ മനസ്സിലാക്കിയത്. അപ്പൊ അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു ഞങ്ങളോടൊക്കെ, നിങ്ങളൊക്കെ കൊച്ചുകുട്ടികളാണ്, സ്വാമി ജീവിച്ചിരിക്കുന്ന ഒരു ഈശ്വരാവതാരത്തിന്റെ കൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമാണ്. എന്ത് വിഷമം ഉണ്ടെങ്കിലും സ്വാമിയോട് പ്രാർത്ഥിച്ചാൽ മതി, സ്വാമി അതിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കി തരുന്നൊക്കെ ഇദ്ദേഹം എപ്പോഴും ഞങ്ങളോടൊക്കെ പറയുമായിരുന്നു. അപ്പൊ അത് കേട്ട് എനിക്ക് പതുക്കെ സ്വാമിയോടൊരു കുറേശ്ശെ ചായ്വ് വന്നു തുടങ്ങി. അപ്പൊ അങ്ങനെ ഇരിക്കെ തിരുവനന്തപുരത്തുള്ള ഒരു സമിതി, അന്ന് പനവിള സമിതിയാണ് ആ സമയത്ത്. അപ്പൊ അവിടെ നിന്ന് കുറച്ച് ഡിവോട്ടീസ് സ്വാമിയെ ദർശിക്കാനായിട്ട് വൈറ്റ് ഫീൽഡിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞിട്ട് അമ്മൂമ്മ പോയതിനോടൊപ്പം ഞാനും അമ്മൂമ്മയുടെ കൂടെ പോയി. അന്ന് അവിടെ ചെന്നു. അപ്പൊ അന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വൈറ്റ് ഫീൽഡിൽ എത്തുന്നത്. പാതിരാത്രി കഴിഞ്ഞു അവിടെ എത്തിയപ്പം. പക്ഷെ എനിക്ക് സ്വാമിയെ ആദ്യമായിട്ട് ദർശിക്കാൻ പോകുന്ന ആ ഒരു ത്രില്ലിലായിരുന്നു ഞാൻ. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞ് രാവിലെ നഗരസങ്കീർത്തനത്തിന് കൂട്ടിക്കൊണ്ടുപോയി. അപ്പം ഉറക്കം നഷ്ടപ്പെട്ട ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും സ്വാമി ആദ്യമായിട്ട് കാണുമെന്നുള്ളൊരു സന്തോഷവും ഇതിനിടയിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അന്ന് വൃന്ദാവൻ ക്യാമ്പസിലെ ആയിരുന്നു സ്വാമിയുടെ വസതി. അപ്പൊ നഗരസങ്കീർത്തനത്തിന്റെ അവസാനിക്കുന്നത് സ്വാമിയുടെ വസതിക്ക് മുന്നിലാണ് അവസാനിക്കുന്നത്. അപ്പൊ അന്ന് നഗരസങ്കീർത്തനത്തിൽ അവസാനം പാടിയ ഭജന എന്നുള്ളത് ഹേ ഗോവിന്ദ ഹേ ഗോപാല ഹേ മാധവ മധുസൂദന എന്നുള്ള ഭജനയാണ്. അതിലെ 3ാമത്തെ വരി ആവോ പ്രഭു ആവോ ആവോ എന്നുള്ളതാണ് 3ാമത്തെ വരി. അതിങ്ങനെ പാടിയപ്പം സ്വാമിയുടെ വസതിയിലെ ആ ടെറസിലേക്ക് ഇങ്ങനെ കയറി വരുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം ഈ നമ്മൾ പണ്ട് സിനിമയിലും അമർചിത്രതയിലും ഒക്കെ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് കാണില്ലേ, അപ്പൊ അതുപോലെ ഇങ്ങനെ കൂടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടി ചുവന്ന അങ്കിയൊക്കെ അണിഞ്ഞ് സ്വാമി ഇങ്ങനെ 2 കൈകൾ ഉയർത്തി അഭയഹസ്തത്തോടുകൂടി കയറി വരുന്ന സ്വാമിയാണ് കാണുന്നത്. അപ്പം അതങ്ങ് ഇമോഷണൽ. ആ ചിത്രം അങ്ങ് മനസ്സിൽ വല്ലാതെ പതിഞ്ഞു. അപ്പൊ അന്ന് ഞാൻ തീർച്ചപ്പെടുത്തി സ്വാമിയാണ് എനിക്കെല്ലാം. അത് കഴിഞ്ഞ് പിന്നെ ആ കാഴ്ച ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് രോമാഞ്ചം വരും ശരിക്കും. സ്വാമിയുടെ തലയ്ക്ക് ചുറ്റും ആ സൂര്യന്റെ കിരണങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു പ്രഭാവലയൊക്കെ കൂടെ. അപ്പൊ അതിനുശേഷം അമ്പലത്തിൽ പോകുമ്പോഴൊന്നും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എൻ്റെ സായിരാമ, എൻ്റെ സായീശ്വര, എൻ്റെ സായിമ എന്നൊക്കെ ആയിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ദൈവത്തെ ആദ്യമായിട്ട് കണ്ട സന്തോഷത്തോടുകൂടി ഞങ്ങൾ തിരിച്ചെത്തി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുറവങ്കോണം മണ്ഡലിയിലെ ആദ്യത്തെ ബാലവികാസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇതൊക്കെ നേരത്തെ പറഞ്ഞ സിദ്ധാർത്ഥനങ്ങളുടെ മകളായ ദുർഗ ചേച്ചിയായിരുന്നു എൻ്റെ ആദ്യത്തെ ബാലവികാസ് ടീച്ചർ. അപ്പം ആ വർഷത്തെ ഈശ്വരാംബ വാരാഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പൊ അന്നൊക്കെ ഈശ്വരാംബ വാരാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബാലവികാസ് കുട്ടികൾക്ക് ഒരു ഉത്സവം തന്നെ എന്ന് പറയാം. ഒരാഴ്ച നീണ്ടിട്ട് നിൽക്കുന്ന വിവിധയിനം മത്സരങ്ങള്, പിന്നെ നാരായണ സേവ, പല കലാപരിപാടികള്, അവസാനത്തെ ദിവസം പിന്നെ വൈകിട്ട് റാലി, അത് കഴിഞ്ഞ് പൊതുസമ്മേളനം, സമ്മാനദാനം, അങ്ങനെയൊക്കെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു ആ സമയത്ത്. അപ്പൊ അന്ന് ആ വർഷം ആദ്യമായിട്ട് ഞങ്ങളുടെ ബാലവികാസ് ഈശ്വരാംബ വാരാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു. അപ്പൊ ആദ്യത്തെ മത്സരത്തിലെ ആദ്യത്തെ ഇനം പുരാണി ക്യാരക്ടർ സ്റ്റഡി എന്നുള്ളതായിരുന്നു. അപ്പം ഞാനായിരുന്നു അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ മത്സരത്തിന്റെ തലേ ദിവസം എന്നോട് എൻ്റെ ബാലവികാസ് ടീച്ചർ ദുർഗ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, മോളെ നമ്മുടെ ബാലവികാസ് ആദ്യമായിട്ടാണ് സ്വാമിയുടെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. അപ്പം മോൾക്ക് സമ്മാനം കിട്ടാനായിട്ട് സ്വാമിയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ സ്വാമിയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, സ്വാമി എനിക്ക് ഫസ്റ്റ് പ്രൈസ് ഒന്നും വേണ്ട, സെക്കൻഡ് പ്രൈസ് മതി, ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് അന്ന് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ അന്ന് രാത്രി എനിക്ക് ഉറക്കത്തിൽ സ്വാമിയുടെ സ്വപ്ന ദർശനം ലഭിക്കുകയാണ്. സ്വാമി എൻ്റെ അടുത്ത് വന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് സ്വാമി പറയുകയാണ്, പിന്നെ നാളെ നീ നന്നായിട്ട് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഞാൻ 2ാം സമ്മാനം തരാം. സ്വാമി എൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് രാവിലെ ഉണർന്നപ്പോഴും എനിക്ക് ഈ സ്വപ്നം നല്ല ഓർമ്മയുണ്ട്. പക്ഷെ ഇത് ഞാൻ ആരോടും പറഞ്ഞില്ല. ശരിക്കും നടന്നതാണോ, അത് പറഞ്ഞാൽ ഇനി ആരെങ്കിലും വഴക്ക് പറഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. എന്തായാലും പുരാണി ക്യാരക്ടർ സ്റ്റഡിക്ക് ഗാന്ധാരി എന്ന പുരാണ കഥാപാത്രത്തെ പറ്റി എൻ്റെ അമ്മ തന്നെ എഴുതി തന്ന ആ ഒരു ആർട്ടിക്കിളാണ് ഞാനത് പ്രസന്റ് ചെയ്തത്. പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പ്രൈസ് ഡിക്ലെയർ ചെയ്തപ്പോൾ എനിക്ക് 2ാം സ്ഥാനം. എനിക്ക് ഭയങ്കര അതിശയമായിപ്പോയി. അതായത് ഇത് ഇങ്ങനെ ഒരു മിറക്കിൾ സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷെ ആ പ്രാർത്ഥന സ്വാമി കേൾക്കുകയും രാത്രി സ്വപ്നത്തിൽ വന്ന് എനിക്ക് അതിൻ്റെ ഒരു അഫർമേഷൻ തരികയും പിറ്റേ ദിവസം അത് കറക്റ്റായിട്ട് വരികയും ചെയ്തപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി ശരിക്കും പറഞ്ഞ ചെന്ന് ദുർഗ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടിരുന്നു, സ്വാമി ഇങ്ങനെ വന്ന് എനിക്ക് 2ാം സ്ഥാനം ലഭിക്കുമെന്ന് പറഞ്ഞതായിട്ട്. ചേച്ചിക്കും ഭയങ്കര സന്തോഷമായി, ഇങ്ങനെ ശരിക്കും ഒരു മിറക്കിൾ തന്നെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊക്കെ ഇനിയുള്ള ഓരോ അവസരങ്ങളിൽ സ്വാമി അനുവദിക്കുകയാണെങ്കിൽ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാമിയാണ് എനിക്കെല്ലാം. അപ്പം
എന്നെ സ്വാമിയിലേക്ക് നയിച്ച എൻ്റെ അച്ഛനമ്മമാരെയും ഗുരുതുല്യരായ സിദ്ധാർത്ഥനങ്കിളിനെയും എൻ്റെ ബാലവികാസ് ടീച്ചറായ ദുർഗ ചേച്ചിയും ഒക്കെ നമിക്കുന്നതിനോടൊപ്പം എൻ്റെ സർവസ്വമായ സ്വാമിയുടെ പാദങ്ങളിൽ എൻ്റെ വാക്കുകളെല്ലാം സമർപ്പിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സായിരാം. 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 വളരെ നന്നായി, വളരെ ടച്ചിങ് ആയിരുന്നു. ഇനി പ്രസന്റേഷൻ, വീഡിയോ പ്രസന്റേഷൻ. ఇంకా కొంతమంది మిమ్మల్ని గేలి చేయవచ్చు. మరి ఇంత బాగా చదువుకున్నావు, ఈ టౌన్లో పుట్టావు, ఈ టౌన్ వాతావరణం అంతా అనుభవించావు, నువ్వు పల్లెల వాడి వలె దేవుడు దేవుడు భజన గిజనాన్ని ఈ రకంగా ఎందుకు నువ్వు పోతున్నావు అని కొంతమంది నాస్తికులు ఉంటారు కదా, వారు దీంట్లో వాదిస్తూ రావచ్చు. Some may make fun of you, they may heckle at you, saying that you are born in the metropolis city. Why do you entertain the rural ideas and rural thoughts? ఇదంతా కూడా మోడర్న్ ఇది కాదు. This is not sign of modernism. దేవుడు దైవం అనేటువంటి దాన్ని చింతించకూడదు. Don't think of God. ఇంకా దేన్ని చింతించాలి? What is that we should think then? దయ్యాన్ని చింతించాలా? Then should we think of the demon then? కాదు కాదు, No. దైవాన్ని చింతించాలి. We should think of God. అప్పుడు నీవేమి రావాలి? నీ విశ్వాసం గాఢంగా ఉండాలి. You should have strong faith. అయ్యా, నువ్వు ఎవరికి చెప్తున్నావు? Sir, whom are you telling? నాకు చెప్తున్నావు. You are telling me. ఎవరు లేడని చెప్తున్నావు? Whom are you denying? దేవుడు లేడని చెప్తున్నావు. You are denying God. దేవుడు నీకు లేడు కానీ నాకున్నాడు. You may deny your God, but I have my God. నా దేవుడు లేడని చెప్పాను. హూ ఆర్ యూ? Who are you to deny my God? నీకు దేవుడు లేకపోతే నీవు లేకుండా పో. You may deny your God. నాకు దేవుడు ఉన్నాడు. I have my God. ఆ దేవుడు నేను చింతిస్తున్నాను. I think of my God. నీ యొక్క ధైర్య సాహసాలతో వారితో ఎదుర్కొన్నప్పుడే నీ యొక్క శక్తి సామర్థ్యం అభివృద్ధి అవుతుంది. We should have the courage and conviction to declare I have my God. అంతేకాని నీకున్నటువంటి దాన్ని ఇంకెవరో వచ్చి లేదంటే నీ వెళ్ళి విశ్వసించాలి. Why do you follow others? Why should you listen to others when they deny your God? ఎవడో ఒకడు వచ్చేసేసి అయ్యా నీ అమ్మ లేదు అంటే మాకు అమ్మ లేదా అని ఏడ్చకూడదు. If anyone says you have no mother, you should not cry saying అమాయకుడు. that fellow is a fool. తల్లి ఉంటుండాలి. I have my mother. నా తల్లి ఇంటిలో ఉంటుండాలి. Mother is at అని home. ధైర్యంగా నీ వెళ్లి చెప్పుకుంటున్నావు. I can't. అదే రీతిగా నాకు దేవుడు ఉన్నాడు, I have God. నా దేవుడు నా హృదయంలో ఉన్నాడు My God is అని in my heart. ధైర్యంగా వారితో వాదించడానికి కూడుకోవాలి. You should be ready to argue with all the courage and conviction. వారిని నీతో ప్రవేశపెట్టుకోవాలి కానీ నీవు వారితో ప్రవేశించుకో. You should make others to follow you. You should not follow others. నీవు వారిని ఫాలో చేస్తే నీవు స్లేవ్ అయిపోతావు. If you follow others, you become a slave. నీకందరూ స్లేవ్ కావాలి. Others should become yours. ఎందుకంటే నీవు దైవత్వంతో ఉన్నావు. Why? Because you are with God. దైవత్వంతో ఉన్నటువంటి వారి జగత్తంతా కూడా చేరి వస్తుంది. If you are with God, the whole world will follow you. శ్రీవిద్య భజన పాడు. పర్తీశ్వరా సత్య సాయేశ్వరా, పర్తీశ్వరా సత్య సాయేశ్వరా, దయా కరో హరి నారాయణ, దయా కరో హరి నారాయణ, శ్రీ సాయి నారాయణ, సాయి శ్రీ సాయి నారాయణ. పర్తీశ్వరా సత్య సాయేశ్వరా, భవసాగరోద్ధార కరుణామయా, హే భవసాగరోద్ధార కరుణామయా, శరణాగత త్రాణ నారాయణ, శరణాగత త్రాణ నారాయణ, దయా కరో హరి నారాయణ, దయా కరో హరి నారాయణ, శ్రీ సాయి నారాయణ, సాయి శ్రీ సాయి నారాయణ. పర్తీశ్వరా సత్య సాయేశ్వరా, దయా
കരൂ ഹരി നാരായണ. ശ്രീ സായി നാരായണ. സായി ശ്രീ സായി നാരായണ. ഭവസാഗരോദ്ധാര കരുണാമയാ ശരണാഗത ത്രാണ നാരായണ. ദയാ കരോ ഹരി നാരായണ. ശ്രീ സായി നാരായണ. സായി ശ്രീ സായി നാരായണ. ഈശ്വരാ സത്യസായീശ്വരാ. സായിരാം. 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 ആരെങ്കിലും മുന്നോട്ട് വരുന്ന ഒരു അനുഭവം പറയാൻ? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് സെൻട്രലൈസ് ചെയ്തിരുന്നുകൊണ്ട് നടുവിലിരുന്നുകൊണ്ട് ഭംഗിയായിട്ട് പടം നന്നായിട്ട് വരുന്ന മാതിരി ഇരുന്നുകൊണ്ട് അനുഭവം പറയുക. അത് റെക്കോർഡഡ് ആവും, അതുകൊണ്ടാണ്. ആരും ഇല്ലേ? അപ്പൊ ഞാനൊരെണ്ണം പറയാം. വളരെ ഹൃദയസ്പൃക്കായ ഭഗവാന്റെ കാരുണ്യത്തിന്റെ ഒരു അനുഭവം ഇത് പറയാം. 2011 ഭഗവാന്റെ ആദേശപ്രകാരം ഭഗവാൻ ഞങ്ങളോട് പറഞ്ഞു, തിരുവനന്തപുരം വിട്ടിട്ട് പുട്ടപ്പർത്തി വന്ന് സെറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞു. 2011 ഭഗവാൻ പോകുന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ജാനുവരിയിൽ പുട്ടപ്പർത്തിയിൽ സെറ്റിൽ ചെയ്യാൻ വന്നു. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന് വളരെ സീരിയസ് ആയിട്ടുള്ള ഹാർട്ട് പ്രോബ്ലം ഉണ്ടെന്ന് അപ്പോഴാണ് കണ്ടുപിടിച്ചത്. ആ സേവയ്ക്ക് ചേട്ടൻ ചെയ്യുന്ന സമയത്ത് വെസ്റ്റേൺ കാൻഡിന് മുമ്പിൽ ബോധശൂന്യനായിട്ട് 2 മിനിറ്റ് വീണു. അപ്പൊ സേവാദൾ കൂടെ ഉണ്ടായിരുന്ന സേവാദൾ എൻ്റെ മകളെ വിളിച്ച് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല, ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള അസുഖമാണ്. അപ്പൊ എന്തായാലും ഭഗവാന്റെ അടുത്ത് എത്തിയല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടന് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്, ഭയങ്കര ഹെവി തോന്നും, വളരെ സാവകാശമാണ് നടക്കുക. അപ്പൊ ഞാന് 2011 ഞങ്ങൾ ദിവസവും ദർശനത്തിന് വരും. അപ്പൊ ഞാനും കൂടെ ചേട്ടൻ്റെ കൂടെ നടന്ന് ചേട്ടനെ ആ പുരുഷന്മാരുടെ സ്റ്റാഫ് ഗേറ്റ് വഴി കയറ്റിയിട്ട് അവിടെ ബെഞ്ചിലിരിക്കാനായിട്ട് സേവാദളിനോട് അഭ്യർത്ഥിച്ച് അപേക്ഷിച്ച് അവിടെ ബെഞ്ചിലിരുത്തും. ഞാനും അവിടെ തന്നെ നിൽക്കാം, എന്തെങ്കിലും അത്യാവശ്യം വന്ന് നമ്മൾ സ്ത്രീകളുടെ സൈഡിലിരുന്ന് അറിയിക്കാനൊന്നും പറ്റില്ലല്ലോ, ഫോണൊന്നുമില്ല. അതുകൊണ്ട് ഞാനും അവിടെ പുറത്തു നിന്ന് ഭഗവാന്റെ ദർശനം എടുത്തോളാം. എന്നിട്ട് എല്ലാ ദിവസവും അതുകൊണ്ട് ചേട്ടൻ പറയും, എല്ലാ ദിവസവും എനിക്ക് വരണ്ട, 2 ദിവസം പോയാൽ മതി എന്ന് പറയും. അങ്ങനെ ഒരു ദിവസം വ്യാഴാഴ്ച വന്നപ്പോ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ മോളുടെ കെയർ അതുകൊണ്ട് സെക്കൻഡ് ആർച്ച് VIP സെക്കൻഡ് ആർച്ച്, അതായത് ഭഗവാൻ ഇറങ്ങി വരുന്നിട്ട് 2ാമത്തെ സ്ഥലത്ത് ഇരിക്കാനുള്ള സീറ്റ് കിട്ടും. അപ്പൊ എത്രയാണെങ്കിലും ഭഗവാനെ വളരെ അടുത്ത് നമുക്ക് കാണാൻ പറ്റും, അത്ര അടുത്ത് കാണാൻ പറ്റും. അപ്പൊ ഞാനവിടെ വന്നു. അപ്പൊ സ്വാമിയാണെങ്കിൽ സ്വാമിക്ക് കുറച്ച് വയ്യായിക കൂടി വരുന്ന സമയമാണല്ലോ. അപ്പം വളരെ പിന്നെ വീൽ ചെയറിലാണ് വരിക. അപ്പൊ ഞാൻ എന്തായാലും ചേട്ടനെ അവിടെ ഇരുത്തിയിട്ട് സ്ത്രീകളുടെ സൈഡിലേക്ക് വന്നിട്ട് അമ്പലത്തിന്റെ പുറകില്, മന്ദിരത്തിന്റെ പുറകില് ഭഗവാൻ ഇങ്ങനെ ഒരു ഗ്ലിംസ് കിട്ടും. ചെയറിൽ ഇങ്ങനെ വരും, ആ കുട്ടികളെ കൊണ്ടുവന്ന് ഭഗവാനെ ഇരുത്താനായി. അപ്പൊ ഞങ്ങൾ 2-3-4 സ്ത്രീകള് ആ ജനലിന്റെ അടുത്ത്, അത് ശ്രീകൃഷ്ണന്റെ അകത്ത് മന്ദിരത്തിന്റെ അവിടെ ശ്രീകൃഷ്ണന്റെ അവിടെ ജനലുണ്ടല്ലോ, അവിടെയാണല്ലോ ലാസ്റ്റ് ജനൽ, ആ ജനൽ വാതിലിന്റെ അപ്പുറത്ത്. അപ്പൊ അവിടെ നിൽക്കുകയാണ്. അപ്പൊ സ്വാമി ഇങ്ങനെ വന്ന് കറങ്ങി വരുമ്പോ കയറ്റുമ്പോ നമുക്കൊരു ദർശനം കിട്ടും, അതിന് വേണ്ടിയിട്ട് നിൽക്കുക. അപ്പൊ ഞാൻ സ്വാമി അടുത്ത് വഴക്കിട്ടു, എന്തോന്ന് സ്വാമി ഇത്, ചേട്ടൻ ഇങ്ങനെ അസുഖമൊക്കെ ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഇരുന്ന് ഇത്ര അടുത്ത് ദർശനം കിട്ടും, എനിക്ക് ദർശനം ഒന്നും കിട്ടുന്നില്ല, എന്തോന്ന് ബാബ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ മനസ്സിൽ വാമെടുത്ത് വഴക്കൂടിക്കൊണ്ടിരിക്കുക. എനിക്ക് നല്ല ദർശനം ഒന്നും കിട്ടൂല, ഗ്ലിംസ് അല്ലേ കിട്ടൂ, എന്താ ബാബ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് മനസ്സിൽ കരഞ്ഞോണ്ട്, പുറത്തേക്ക് കാണിക്കില്ല, പുറത്ത് ഞാൻ എപ്പോഴും ചിരിച്ച മുഖം കാണിക്കും, മനസ്സിൽ കരയാണ്. അപ്പൊ എന്റെ അടുത്ത് നിന്ന് സ്ത്രീകളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ബാബ വരുന്നതായിട്ട് അറിഞ്ഞു. അപ്പൊ ബാബ ഇങ്ങനെ പുരുഷന്മാരെ അവിടെ കൂടെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോഴാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, എനിക്ക് ദർശനം തരില്ലേ സ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പൊ മറ്റുള്ള സ്ത്രീകള്
മറ്റേ ഭാഗത്തേക്ക് ഓടിപ്പോയി. കാരണം ഭഗവാൻ ആ വഴി കയറുകയാണെങ്കിൽ അവിടെ കൂടെ കുറച്ചുകൂടെ നല്ല ദർശനം കിട്ടും. ആദ്യത്തെ സ്വാമിയുടെ സിംഹാസനം വയ്ക്കുന്ന ആ വാതിലിന്റെ അടുത്തേക്ക് അവിടെ കൂടെ ദർശനം കിട്ടാൻ വേണ്ടി എൻ്റെ അടുത്ത് നിന്ന് എല്ലാ സ്ത്രീകളും അങ്ങോട്ടേക്ക് ഓടിപ്പോയി. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ നിൽക്കൂ, ഭഗവാൻ എനിക്ക് ഇവിടെ ദർശനം തരണം, എനിക്ക് തന്നേ പറ്റൂ എന്നിങ്ങനെ വഴക്കടിച്ചോണ്ടിരുന്നു. ഒരു കൊച്ചുകുട്ടിയെ മാതിരി 65, 68 വയസ്സുള്ള ഞാനൊരു കൊച്ചുകുട്ടിയെ മാതിരി സ്വാമി അടുത്ത് വഴക്കടിച്ചോണ്ടേയിരുന്നു. പെട്ടെന്ന് ഭഗവാന് ആ കുട്ടി ഇരുത്താനായിട്ട് പോയി. പെട്ടെന്ന് സ്വാമി പറഞ്ഞില്ല, മന്ദിരത്തിനകത്ത് കയറൂന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ രണ്ടാമത്തെ വാതിലിൽ കൂടെ, അതായത് ഞാൻ നിൽക്കുന്ന നേരെ വാതിലിൽ കൂടെ കയറി വന്ന് ആ ചെയർ കൊണ്ടുവന്ന്, സിംഹാസനം കൊണ്ടുവന്ന് സ്വാമി എൻ്റെ നേരെ നോക്കി, കൈ പൊക്കി ബ്ലസ് ചെയ്ത് ചിരിച്ചു. എന്നിട്ട് തിരിച്ചു പോയി സ്വാമിയുടെ സാധാരണ ഇരിക്കുന്ന സ്ഥലത്ത് ഭജനയ്ക്ക് വേണ്ടി ഇരുന്നു. ഇതാണ് ഭഗവാന്റെ കാരുണ്യം. നമ്മള് മനസ്സ് നൊന്ത് വിളിക്കുകയാണെങ്കിൽ ഭഗവാൻ വിളി കേൾക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എനിക്ക് അത്ര അടുത്തൊരു ദർശനം അവിടെ ഇരുന്നാൽ പോലും കിട്ടില്ല. ഭഗവാൻ നേരെ വന്ന് എനിക്ക് മാത്രമായിട്ട് ദർശനം തന്ന് കൈപൊക്കി അനുഗ്രഹിച്ച് ചിരിച്ചുകൊണ്ട് തിരിച്ചുപോയി. സായിരാം. 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 അൽസലാമ തത്വം പറയുന്നില്ലേ? തത്വം ഉപമ, സായി ഉപമ. ഈശ്വരനിൽ അന്യൂനമായ ഭക്തി, അനന്യമായ ഭക്തി ഉണ്ടായിരിക്കണം. എന്നാൽ ഈ ലോകത്ത് സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. തലയിൽ വെള്ളത്തിന്റെ കുടങ്ങൾ വെച്ച് നടക്കുന്ന ഗ്രാമീണ സ്ത്രീകളെ പോലെ ആവുക. വളഞ്ഞ വഴികളിലൂടെ വർത്തമാനം പറഞ്ഞ് നടക്കുമ്പോഴും വഴിയിലെ കുണ്ടും കുഴികളും താണ്ടുമ്പോഴും തലയിലിരിക്കുന്ന ഭാരമോ അവരുടെ ലക്ഷ്യമോ അവർ മറക്കുന്നതേയില്ല. അതിൽ ഏകാഗ്രതയോടെ അവർ അവരുടെ ശ്രദ്ധ പുലർത്തുന്നു. അതുപോലെയാണ് നിങ്ങൾ ലോക ജീവിതത്തിൽ നിങ്ങളുടെ പ്രാരബ്ധങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോഴും ഏകാഗ്രതയോടുകൂടി ഭഗവാനിൽ തന്നെ അന്യൂനമായ ഭക്തി പുലർത്തുക. നിങ്ങളുടെ സംസാര ജീവിതം വളരെ സുരക്ഷിതമായി തീരും. സായിരാം. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം.